ഈ ലോകത്തിൻ്റെ വഴിയിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇതിൻ്റെ മെയിൻ തിങ് എന്താണെന്ന് പറയും? കോംപ്രമൈസ്. ആരും അറിയത്തില്ല. നമ്മൾ ഈ വായിക്കുന്ന വചനത്തിൻ്റെ അകത്ത് ഇങ്ങനെ പറയുന്നത്, പിശാച് ഇങ്ങനെ പറഞ്ഞത്, നീ എല്ലാവരുടെയും ഫ്രണ്ടിൽ ഒന്ന് മുട്ടുകുത്താനല്ല പറഞ്ഞേ, ആരും കാണണ്ട, നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. ആരും അറിയാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ വഴി തിരഞ്ഞെടുക്കുകയാണ്. എന്താണ് ബാലാമിൻ്റെ വഞ്ചന എന്നറിയാമോ? ചില പൊസിഷൻസിന് വേണ്ടി, ചില നേട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണടയ്ക്കും. എന്താ ഈ ഡോക്ട്രിൻ ഓഫ് ബാലാം എന്നറിയാമോ? നമ്മൾ ഈ വചനം പഠിക്കുമ്പോൾ ഈ വചനം നമ്മളെ കുത്തും. പക്ഷേ ഈ വചനത്തോട് നമ്മൾ പ്രതികരിക്കുന്ന എന്താണെന്നറിയാമോ? ഈ ദൈവത്തിൻ്റെ കൃപയുണ്ടെന്നും ദൈവസ്നേഹമുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് വെള്ളം ഇതിനകത്ത് കലർത്തി വിടാം. കാരണം നമുക്കറിയാം ഇത് നമ്മളെ കുത്തുന്നുണ്ട്, ഇത് നമ്മളെ കൺവിക്റ്റ് ചെയ്യുന്നുണ്ട്. ദൈവമക്കളെ, ഈ ക്രിസ്തീയ യാത്രയ്ക്കകത്ത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആകരുത്, നമ്മൾ സൂപ്പർ നാച്ചുറലിൻ്റെ പുറകിൽ പോകരുത്, നമ്മൾ ലോകത്തിൻ്റെ വഴിയിൽ പോകരുത്. നമ്മുടെ ഒറ്റ ആറ്റിറ്റ്യൂഡ്, പ്രയോറിറ്റി ഇതായിരിക്കണം: എനിക്ക് ദൈവം മാത്രം മതി, തൻ്റെ വിശുദ്ധി മാത്രം മതി.